ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് മറ്റേ ഗോതമ്പ് കൊണ്ടുള്ളൊരു അപ്പാണെന്ന് വെച്ചാൽ ഏകദേശം പറഞ്ഞൊരു കപ്പ് കേക്ക് പോലുള്ളതാണ്. ഓവനൊന്നും ഇല്ലാത്തൊരു ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ അതിന് വേണ്ടുള്ളത് ഏലക്കായും അതൊക്കെ നമ്മൾ അതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ കുറച്ചെണ്ണം മതി. 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നമ്മൾ പൊടിച്ചു. ശർക്കര ഒരു 2-3 കട്ട നമ്മൾ ഉരുക്കിയെടുക്കാനും കേട്ടോ. പിന്നെ നമ്മുടെ ആ ഒരു പൊടി എടുത്തു, അതിൽ കുറച്ച് നെയ്യ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അത് നമ്മൾ ചൂടാക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, ബാലൻസ് ആവാൻ. പിന്നെ നമുക്ക് പകുതി 1/4 ഗ്ലാസ് പാൽ ഒഴിക്കാം. ഇത് ഞങ്ങൾ കാശ്മീരിൽ നിന്ന് മേടിച്ചാണ് ഈ സാഫ്രോൺ. അപ്പോൾ നമുക്കതിന് കളറിന് വേണ്ടിയിട്ടതാണ്. പിന്നെ അത് നന്നായിട്ട് ഇളക്കുമ്പോൾ ഇങ്ങനെ ഒരു കണ്ടൻസ് ആയിരിക്കണം. പിന്നെ നമ്മൾ നമ്മുടെ എണ്ണയുണ്ടല്ലോ, എണ്ണ സൈഡിലാക്കിയിട്ട് അതിൽ ഗോതമ്പ് പൊടിയും സൈഡിലേക്ക് ഒന്ന് എല്ലാതും പരത്തി കൊടുക്കാം. ബാക്കിയുള്ളത് മാറ്റി വയ്ക്കാം. പിന്നെ ഗ്ലാസ്സിൽ പകുതി ആക്കിയിട്ട് നമ്മളിത് നമ്മുടെ ആ ഒരു മിക്സ്ചർ ഇട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ കുക്കർ ഉണ്ടല്ലോ, അതിൻ്റെ ആ മുകളിൽ വിസിലടിക്കണതും പിന്നെ അതുപോലെ ഉള്ളിലത്തെ ആ വാശ ഉണ്ടല്ലോ അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കാണെങ്കിൽ ഇത് നമ്മൾ മുകളിലേക്ക് ഒരു പാത്രം വെക്കാനാട്ടോ. അപ്പോൾ നമ്മളത് വയ്ക്കാൻ ഒരു പാത്രം വെച്ചു. പിന്നെ അത് 3 എണ്ണാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ 15 മിനിറ്റ് വെക്കണം. വെച്ചപ്പോൾ ആണെങ്കിൽ അത് ഞാൻ ടൂത്ത്പിക്ക് വെച്ച് നോക്കിയപ്പോൾ അത് കറക്റ്റ് ശരിയായില്ല. പിന്നെ 5 മിനിറ്റ് കൊണ്ട് വെച്ചപ്പോൾ അത് ഒട്ടി പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ അത് ഞങ്ങൾക്ക് ശരിയായി. ഞങ്ങൾ ചൂടാറി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് ഇടുക. ചൂടായില്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇടാൻ കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പോൾ അത് ഞങ്ങളത് കഴിച്ചു നോക്കി. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അത്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ചെണ്ണം ഉണ്ട്, നമ്മൾ പിന്നെ ഇത് എടുത്തതാണ്. അപ്പോൾ ഇതുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.